കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരന്മാർക്കും സ്നേഹവന്ദനം. സഹോദരന്മാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു ചെറിയ കാര്യം മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമക്കളായ വിശ്വാസികളായ അനേകരും തെറ്റായി ധരിച്ചിരിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്ന പാപം എന്താണ് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നത് ആർക്കാണ് എന്നുള്ള കാര്യം വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പാപബോധം വരുത്തുന്നത് ആർക്കാണെന്നും പരിശുദ്ധാത്മാവ് പാപബോധം വരുത്തുന്ന ബോധം വരുത്തുന്ന പാപം എന്താണെന്നും മാത്രം ഞാൻ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 7-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞെങ്ങനെയാണ്: എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് ശിഷ്യന്മാരുടെ അടുക്കലാണ്, ശിഷ്യന്മാർക്കാണ്. എന്നാൽ ആ വരുന്ന പരിശുദ്ധാത്മാവ് പാപബോധം വരുത്തുന്നത് ആരെയാണെന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. പരിശുദ്ധാത്മാവ് വരുന്നത്, സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു സ്വർഗത്തിൽ പോയി പിതാവിനോട് ചോദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് അയച്ചു കൊടുക്കും. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ ചെയ്യുന്ന 3 കാര്യങ്ങൾ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് ആർക്കാണ് ബോധം വരുത്തുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നത് വിശ്വാസികളുടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ശിഷ്യന്മാരിലേക്കാണ് വരുന്നത്. പക്ഷെ ശിഷ്യന്മാരെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്നല്ല പറയുന്നത്. അവൻ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും എന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്ന വിശ്വാസികൾ, ശിഷ്യന്മാരാണ് പാപത്തെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തുന്നത്. കാരണം പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് ആരിലാണ്? ശിഷ്യന്മാരിലാണ്. ശിഷ്യന്മാരിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ലോകത്തിലുള്ളവരെ അവരുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്നാണ് യേശു പറഞ്ഞത്. അല്ലാതെ ഈ വാക്യം പലപ്പോഴും അനേകരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വിശ്വാസി പാപം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തത് പാപമാണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും എന്നിങ്ങനെ തെറ്റിദ്ധരിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവ്, നമ്മളൊരു പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ആത്മാവ് നമ്മളെ സകല സത്യത്തിനും വഴി നടത്തുകയും വരാനുള്ളത് നമുക്ക് അറിയിച്ചു തരികയും ചെയ്യും എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം ദൈവത്തിൻ്റെ മക്കളായ നാം, ദൈവത്തിൻ്റെ ആത്മാവിൽ ആയിരിക്കുന്ന നാം ഒരിക്കലും പാപം ചെയ്യാനുള്ള മുഖാന്തരത്തിലേക്ക് ആത്മാവ് നമ്മളെ നടത്തില്ല. നേരായ മാർഗത്തിലൂടെ സത്യത്തിൻ്റെ പാതയിൽ മാത്രമേ ആത്മാവ് നടത്തത്തുള്ളൂ. അതുകൊണ്ടവൻ ഒരു വിധത്തിലും പാപത്തിന് വേണ്ടി പദ്ധതികൾ ഒരുക്കുകയോ പാപത്തിനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തുകയോ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പാപം വിട്ടൊഴിഞ്ഞ് മാറിപ്പോകുവാൻ പരിശുദ്ധാത്മാവ് അവനെ സഹായിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ്, വിശ്വാസി പാപം ചെയ്ത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവന് ബോധം നൽകും എന്നല്ല യേശു പറഞ്ഞത്. യേശുക്രിസ്തു പറഞ്ഞത് വിശ്വാസികൾക്കല്ല ബോധം വരുത്തുന്നത്, വിശ്വാസികളിൽ വരുന്ന പരിശുദ്ധാത്മാവ് ലോകത്തിന് ബോധം വരുത്തും എന്നാണ് പറഞ്ഞത്. അത് ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം, എന്തിനാണ് ലോകത്തിന് ബോധം വരുത്തുന്നത് എന്ന് പറയുവാനുള്ള കാരണം അടുത്ത വാക്യത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണം പറയുന്നത് ഇങ്ങനെയാണ്: അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ചും എന്നാണ്. അപ്പോൾ അവരുടെ പാപം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൻ്റെ പാപം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ എന്നാ കുഴപ്പമെന്നറിയാമോ? യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിലുള്ള കുഴപ്പം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23, 24 വാക്യങ്ങളിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്: ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല, ഞാൻ മേലിൽ നിന്നുള്ളവനാണ്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങളുടെ പാവങ്ങളിൽ നിങ്ങൾ മരിക്കും. അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു പറയുന്നതാണ്: ഞാൻ മേലിൽ നിന്നുള്ളവനാണ്, അങ്ങനെയുള്ളവനാണ് ഞാൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളിൽ മരിക്കും. അപ്പം യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. കാരണം പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ വന്ന യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതിരിക്കുന്നതാണ് ലോകത്തിന് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്ന് യേശു പറയാനുള്ള കാരണം യേശുക്രിസ്തു നമ്മൾ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയണേ: അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും. അപ്പം യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തതാണ് അവരുടെ പ്രശ്നം. അപ്പം അതുകൊണ്ടാണ് അവരെ പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തുന്നത്. പിന്നീട് അവർക്ക് ബോധ്യം വരുത്തുന്നത് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമാണ്. അവിടെ പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. യേശുക്രിസ്തു ഇല്ലാതെ അവൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്നുള്ളതാണ്. നമുക്ക് അതെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് നീതിയെക്കുറിച്ച് ബോധം വരുത്തേണ്ട കാര്യമില്ല, ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തേണ്ട കാര്യമില്ല, പാപത്തെക്കുറിച്ചും ബോധം വരുത്തേണ്ട കാര്യമില്ല. എന്നാൽ വിശ്വാസികളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളെല്ലാം ലോകക്കാരെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ബോധം വരുത്തണം എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നത് സാത്താനാണ്. സാത്താൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തണം. അതിനെ അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് കർത്താവായി യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലേക്ക് പുനരുത്ഥാനം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഉറപ്പ്. അപ്പോസ്തലപ്രവൃത്തികൾ 17-ന്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: ദൈവം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ആ കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് പൗലോസ്. അപ്പോൾ അതിൻ്റെ ഉറപ്പാണ് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ലോകത്തിന് പാപത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, നീതിയെക്കുറിച്ച് ബോധം വരുത്തണം. അതാര് വരുത്തും? പരിശുദ്ധാത്മാവ് നിറഞ്ഞ വിശ്വാസികൾ ബോധം വരുത്തും എന്നുള്ളതാണ്. നമ്മൾ വിശ്വാസികൾക്ക് 3 കാര്യങ്ങളും ഈ ബോധം വരുത്തേണ്ട കാര്യമില്ല. കാരണം
കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന നമ്മൾ നീതീകരിക്കപ്പെട്ടവരും നീതിമാന്മാരുമാണ്. അപ്പോൾ നമ്മൾ നീതിമാന്മാരാണെന്ന് ബോധം വരുത്തേണ്ട, അല്ലെങ്കിൽ നീതിയെക്കുറിച്ച് ബോധം വരുത്തേണ്ട ആവശ്യം പരിശുദ്ധാത്മാവിനില്ല. മൂന്നാമത്തെ കാര്യം, നമുക്ക് ശിക്ഷാവിധി ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ശിക്ഷാവിധിയില്ല. അപ്പോൾ അതുകൊണ്ട് ശിക്ഷാവിധി സാത്താന് വേണ്ടിയിട്ടാണ് ന്യായവിധി. സാത്താനെ ന്യായം വിധിച്ച് അവനെ ഒടുക്കത്തെ നാളിൽ അവനെ പിശാചിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് തള്ളിക്കളയും. അന്ന് അവരുടെ ഓഹരിക്കാരാകാൻ ഈ ലോകത്തിൻ്റെ പാപമേറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടാത്ത, യേശുവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെടാത്ത, ഈ ആദാമിൻ്റെ പാപത്തെ തുടർന്ന് മരണപര്യന്തം ജീവിക്കുന്ന അവർക്ക് ന്യായവിധി ഉണ്ടെന്നും ആ അവസാന ന്യായവിധിയിൽ അവർ സാത്താനോടൊപ്പം തള്ളപ്പെടും എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്താനാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അല്ലാതെ വിശ്വാസി പാപം ചെയ്യുമ്പോൾ വിശ്വാസിക്ക് പാപബോധം വരുത്താനല്ല പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. പാപം ചെയ്യാതെ സൂക്ഷിക്കുവാൻ, സത്യത്തിൻ്റെ പാതയിൽ നടക്കുവാൻ, പരിജ്ഞാനത്തിൽ നടക്കുവാൻ, ദൈവത്തോടുള്ള ബഹുമാനത്താലും ഭക്തിയോടും നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ മക്കൾ നടക്കണമെന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ദൈവമക്കൾ ലോകത്തിന് അവർ യേശുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവരെ പാപത്തെക്കുറിച്ചും, അവർ യേശുവിൽ വിശ്വസിച്ച് നീതി പ്രാപിക്കാത്തത് കൊണ്ട് നീതിയെക്കുറിച്ചും, അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താനുള്ള ന്യായവിധിയുടെ ഓഹരിക്കാരാകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും ഈ ലോകത്തിന് ബോധം വരുത്തുവാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നാം ആത്മാവിൽ നിറഞ്ഞവർ ലോകക്കാരോട് പറയണം, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ മരിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് പാപബോധം വരുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഒരു പ്രാവശ്യം കൂടി പറയാം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് പാപബോധം വരുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കാണ്. രക്ഷിക്കപ്പെട്ടവർക്കല്ല, രക്ഷിക്കപ്പെടാത്തവർക്കാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്കല്ല, യേശുവിൽ വിശ്വസിക്കാത്തവർക്കാണ് എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. നിങ്ങൾ ആ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുള്ളത് സത്യത്തിൻ്റെ വഴിയിൽ നമ്മെ നടത്താനും വരാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുവാനും വേണ്ടിയിട്ടാണ് ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.